ഇനിയിപ്പോൾ പുതിയ വർഷം എല്ലാവരും വളരെ പ്രതീക്ഷയോടെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തവണ സർക്കാരിൻ്റെയും പ്രതിപക്ഷത്തിൻ്റെയും പ്രതീക്ഷകൾ കൂടി ഒന്ന് തേടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് മന്ത്രി മുഹമ്മദ് റിയാസിനെയാണ് KC ബിബിൻ കണ്ടത്. മന്ത്രി പറയുന്നത് വരുന്ന വർഷം വലിയ പ്രതീക്ഷ അദ്ദേഹത്തിൻ്റെ വകുപ്പിനുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് പദ്ധതികളൊക്കെ പൂർത്തിയാകുന്ന വർഷം എന്നുള്ള നിലയിൽ ടൂറിസം മന്ത്രി എന്തായാലും 2025 വളരെ ആത്മവിശ്വാസത്തോടെയാണ് കാണുന്നത്. KC ബിബിൻ മന്ത്രി മുഹമ്മദ് റിയാസുമായി സംസാരിച്ചു. അതിലേക്ക് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ല വർഷമാണെങ്കിൽ കൂടുതൽ സഞ്ചാരങ്ങളൊക്കെ ഉണ്ടാകും. മോശം സമയത്തൊക്കെ ആണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു വകുപ്പിൻ്റെ മന്ത്രിയാണ് എന്നോടൊപ്പം ഉള്ളത് PM മുഹമ്മദ് റിയാസ്. കോവിഡ് ഘട്ടത്തിലായിരുന്നല്ലോ ടൂറിസം വകുപ്പിൻ്റെ ചുമതല എടുത്തത്. തൊട്ടടുത്ത വീട്ടിൽ പോകാൻ വേണ്ടി പറ്റാത്ത അവസ്ഥയാണല്ലോ കോവിഡിന്. അപ്പോൾ പിന്നെ ടൂറിസ്റ്റുകൾ വരുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ പറ്റില്ല. പക്ഷേ ഞങ്ങളൊരു ഫ്യൂച്ചർ പ്ലാൻ തയ്യാറാക്കി മുന്നോട്ട് പോയിരുന്നു. 2022 അത് ക്ലിക്കായി, 2023 കൂടുതൽ ക്ലിക്കായി, 2024 ആയപ്പോൾ കേരളം കണ്ട ഏറ്റവും വലിയ ഡൊമസ്റ്റിക് ടൂറിസ്റ്റുകളുടെ നമ്പറിലെത്തി. ഈ ഫോറിൻ ടൂറിസ്റ്റുകൾ കോവിഡിന് ശേഷമുള്ള ഏറ്റവും വലിയ നമ്പറിലായി. പക്ഷെ പഴയ നമ്പറിലേക്ക് എത്തും, അധികം വൈകാതെ എത്തും. അതാണ് പൊതുവെ കാണാൻ വേണ്ടി പറ്റുന്നൊരു കാര്യം. വ്യക്തിപരമായി ചോദിച്ചാൽ എങ്ങനെയാണ്? എല്ലാ വർഷവും പോലെ സന്തോഷവും ദുഃഖവും നൽകിയ വർഷം. ഭരണാധികാരി എന്നുള്ള നിലയിൽ അല്ല, സർക്കാരിൻ്റെ ഭാഗമായിട്ട് തോന്നിയൊരു സന്തോഷം ഇപ്പോൾ ഡൽഹിയിൽ മുഖ്യമന്ത്രി ശ്രീ നിതിൻ ഗഡ്കരി ആയിട്ടുള്ളൊരു ചർച്ച. ആ ചർച്ചയിൽ രണ്ടുപേരുടെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഉണ്ട്. വിഷയം, പുതിയ പദ്ധതി, നിലവിലുള്ള പദ്ധതി, അത് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഒരു വികസനത്തിന് വേണ്ടി രണ്ട് ഭരണാധികാരികൾ വളരെ ഒന്നിക്കുന്നു. അവരുടെ ബോഡി ലാംഗ്വേജും അവരുടെ എല്ലാ നിലയിലും ഒന്നിച്ചുകൊണ്ടൊരു നാടിന് വേണ്ടി നിൽക്കുന്നത് കാണാൻ പറ്റിയത് 2024 വലിയൊരു സന്തോഷം. 2025 ഞങ്ങൾ വിത്തിട്ട പലതിൻ്റെയും റിസൾട്ട് വരുന്നത്. പ്രത്യേകിച്ച് ടൂറിസം, പൊതുമരാമത്ത് മേഖലയിൽ അത് ഒരു NH66 യാഥാർത്ഥ്യമാവും. ലോകത്തെവിടെയുള്ള മലയാളിയുടെ ചിരകാല സ്വപ്നമാണ്. ഭക്ഷണം, യാത്ര, സൗഹൃദം ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് എനിക്കറിയാം. ഈ മന്ത്രിയായതിനു ശേഷം പ്രത്യേകിച്ച് തിരക്കൊക്കെ കൂടി വരുന്ന സമയത്ത് ഇത് എല്ലാ വർഷവും കൃത്യമായിട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ യാത്ര കൊണ്ട് സിനിമയുടെ എണ്ണം കുറഞ്ഞു. 2023 കണ്ടത്ര സിനിമ 2024 കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ യാത്രകളുണ്ട്. പക്ഷേ വിദേശയാത്രയും കുറവാണ്. വിദേശയാത്ര ഒരു 2-3 യാത്ര ഒഴിവായിപ്പോയി. ടൂറിസം മന്ത്രി എന്നുള്ള നിലയിൽ പങ്കെടുക്കേണ്ട 2-3 യാത്രകൾ ഒഴിവായി. ഇനി 2025 അത്രയും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഹാപ്പി ന്യൂ ഇയർ എന്നുള്ള മെസ്സേജ് ഒക്കെ അയക്കാറുണ്ടോ സാധാരണ? ഞാൻ എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ വരുന്ന മെസ്സേജ്, ഇനിയിപ്പോൾ ന്യൂ ഇയർ അല്ലെങ്കിലും ന്യൂ ഇയർ ആണെങ്കിലും അതിന് റിപ്ലൈ ചെയ്യാറുണ്ട്. വാട്സപ്പിൽ വരുന്നത് റിപ്ലൈ അല്ല, ഞാൻ തന്നെ ചെയ്യാറുണ്ട്. നമ്മുടെ ഒരു കർമ്മം കാരണം മറ്റൊരാൾക്കൊരു വ്യക്തിപരമായ പ്രയാസം ഉണ്ടാവരുത്. ആ നിലയിൽ പരമാവധി 2025 മാറ്റാനാണ് ശ്രമിക്കുന്നത്. കുടുംബത്തിനും എല്ലാം തന്നെ ഹാപ്പി ന്യൂ ഇയർ. തിരുവനന്തപുരത്ത് KC ബിബിൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.